ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങളുടെ ഓഫീസിൽ വെച്ച് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാകാം, അല്ലെങ്കിൽ ഒരു കുടുംബച്ചടങ്ങിൽ ബന്ധുക്കളുടെ ഇടയിൽ വെച്ചാകാം, അതുമല്ലെങ്കിൽ തീർത്തും അപരിചിതമായൊരിടത്ത് വെച്ചാകാം. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ ആ തീവ്രമായ വികാരം ഒന്ന് ഓർത്തുനോക്കൂ. നെഞ്ചിനുള്ളിലൊരു കനലെരിയുന്നതുപോലെ, മുഖത്തേക്ക് രക്തമിരച്ചു കയറുന്നതുപോലെ, ഭൂമി പിളർന്ന് താഴേക്കൊന്നു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന ആ നിമിഷം. ആരെങ്കിലും നമ്മളെ പരിഹസിക്കുമ്പോഴോ പുച്ഛിക്കുമ്പോഴോ വില കുറച്ചു കാണുമ്പോഴോ ഉണ്ടാകുന്ന ആ വേദന, അത് ശാരീരികമായ മുറിവിനേക്കാൾ ആഴത്തിൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാറുണ്ട്. പലപ്പോഴും അത്തരം വാക്കുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഉറക്കം കെടുത്താറുണ്ട്. എന്നാൽ സുഹൃത്തേ, ഇനിയങ്ങോട്ട് അത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ നേരിടാൻ പോകുന്നത് പഴയതുപോലെയല്ല. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതിനെ എങ്ങനെ ഏറ്റവും മാന്യമായും എന്നാൽ ആ വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായും മാറ്റാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചുറ്റുമൊരു കവചം തീർക്കുന്ന മനഃശാസ്ത്രപരവും പ്രായോഗികവുമായ അറിവുകളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം: ഈ ലോകത്ത് ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്നോ? അത് മലകൾ കീഴടക്കുന്നവനോ വലിയ സാമ്രാജ്യങ്ങൾ ഭരിക്കുന്നവനോ അല്ല, മറിച്ച് സ്വന്തം വികാരങ്ങളെ, പ്രത്യേകിച്ച് കോപത്തെയും അപമാനത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം. പണ്ട് വളരെ ദേഷ്യക്കാരനായ, അഹങ്കാരിയായൊരു യുവാവുണ്ടായിരുന്നു. അയാൾക്ക് താനല്ലാത്ത മറ്റാരെയും ബഹുമാനിക്കാൻ അറിയില്ലായിരുന്നു. ഒരിക്കൽ അയാൾ കേട്ടു, അടുത്തുള്ള ഗ്രാമത്തിൽ വളരെ ശാന്തനായ, ആർക്കും പ്രകോപിപ്പിക്കാൻ കഴിയാത്തൊരു സന്യാസി വന്നിട്ടുണ്ടെന്നു. ഇത് കേട്ടപ്പോൾ ആ യുവാവിന് വല്ലാത്തൊരു വാശി തോന്നി. എനിക്ക് അയാളെ ദേഷ്യം പിടിപ്പിക്കണം, അയാളുടെ ആ ശാന്തത തകർക്കണം. അങ്ങനെ അയാൾ ആ സന്യാസിയുടെ അടുത്തെത്തി. സന്യാസി ഒരു മരച്ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. യുവാവ് അയാളുടെ അടുത്തു ചെന്ന് അസഭ്യം പറയാൻ തുടങ്ങി. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ. സന്യാസിയുടെ മാതാപിതാക്കളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതരീതിയെക്കുറിച്ചുമെല്ലാം അയാൾ മോശമായി സംസാരിച്ചു. മണിക്കൂറുകളോളം അയാൾ സന്യാസിയെ തെറിവിളിച്ചു. സന്യാസിയുടെ ശിഷ്യന്മാർക്ക് ദേഷ്യം വന്നെങ്കിലും സന്യാസി അവരെ തടഞ്ഞു. അദ്ദേഹം അനങ്ങാതെ, ഒരൽപ്പം പോലും ഭാവവ്യത്യാസമില്ലാതെയിരുന്നു. അവസാനം തൊണ്ടവറ്റി ക്ഷീണിച്ചവശനായപ്പോൾ ആ യുവാവ് സന്യാസിയോട് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും, നിങ്ങളെ ഇത്രയധികം അപമാനിച്ചിട്ടും എന്താണ് നിങ്ങളൊന്നും പ്രതികരിക്കാത്തത്? നിങ്ങൾക്ക് നാണമില്ലേ? അപ്പോൾ ആ സന്യാസി മെല്ലെ കണ്ണു തുറന്ന് വളരെ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവാവിനോടൊരു ചോദ്യം ചോദിച്ചു. സുഹൃത്തേ, നീ നിന്റെ കയ്യിലുള്ളൊരു സമ്മാനം എനിക്ക് തന്നു എന്നിരിക്കട്ടെ. പക്ഷെ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ആ സമ്മാനം പിന്നെ ആരുടേതാണ്? യുവാവ് പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങളത് വാങ്ങിയില്ലെങ്കിൽ അത് എന്റേത് തന്നെയായിരിക്കും. സന്യാസി വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതും. നീ എനിക്ക് നൽകാൻ കൊണ്ടുവന്ന ഈ അസഭ്യങ്ങളും അപമാനവും കോപവും ഒന്നും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനത് നിരസിക്കുന്നു. അപ്പോൾ ആ വിഷം നിറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ആരുടേതാണ്? അത് നിന്റേത് മാത്രമാണ്. നീ തന്നെ അത് തിരികെ കൊണ്ടുപോകണം. ഈ കഥ ലളിതമാണ്, പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വം വളരെ വലുതാണ്. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു സമ്മാനം വെച്ചു നീട്ടുകയാണ്. അതൊരു പക്ഷേ ദേഷ്യത്തിന്റെ, വെറുപ്പിന്റെ അല്ലെങ്കിൽ അസൂയയുടെ പൊതിയായിരിക്കാം. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും നിങ്ങളുടെ തീരുമാനമാണ്. മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നതെന്താണെന്നോ? അവർ നീട്ടുന്ന ആ വിഷം നിറഞ്ഞ പാത്രം നമ്മൾ ഇരുകൈയും നീട്ടി വാങ്ങുന്നു. എന്നിട്ടത് കുടിച്ച് നമ്മുടെ മനസ്സമാധാനം കളയുന്നു. നമ്മൾ തിരിച്ചു ദേഷ്യപ്പെടുന്നു, സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ അവരോട് തർക്കിക്കുന്നു. നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർ നമുക്ക് തന്ന ആ അപമാനം നമ്മൾ ഏറ്റുവാങ്ങിയെന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. എന്നാൽ ആ നിമിഷം നിങ്ങളത് നിരസിച്ചാലോ? ആ അപമാനം വായുവിൽ അലിഞ്ഞു പോവുകയുള്ളൂ, അല്ലെങ്കിൽ അത് പറഞ്ഞയാളുടെ അടുത്തേക്ക് തന്നെ മടങ്ങും. ഓർക്കുക, ഒരാൾക്ക് നിങ്ങളെ അപമാനിക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം ആവശ്യമാണ്. നിങ്ങൾ അതിനു വില കൊടുക്കാതിരുന്നാൽ ആ വാക്കുകൾക്ക് ഒരർത്ഥവുമില്ല. ഇനി നമുക്ക് ഇതിന്റെ മനഃശാസ്ത്രപരമായ വശത്തേക്ക് കടക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരാൾ എന്തിനാണ് മറ്റൊരാളെ അപമാനിക്കുന്നത്? മനഃശാസ്ത്രം പറയുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരായിരിക്കും എന്നാണ്. സന്തുഷ്ടനായ, ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനും മറ്റൊരാളെ പരസ്യമായി അപമാനിക്കാൻ ശ്രമിക്കില്ല.
നിറഞ്ഞ കുടം തുളുമ്പില്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇത്. ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞവർ അതുമാത്രമേ പുറത്തേക്ക് നൽകൂ. എന്നാൽ ഉള്ളിൽ വിഷവും നിരാശയും അപകർഷതാബോധവും നിറഞ്ഞവർക്ക് അതുമാത്രമേ പുറത്തേക്ക് ചീറ്റാൻ കഴിയൂ. ഒരാൾ നിങ്ങളെ നീ ഒന്നിനും കൊള്ളാത്തവനാണെന്നോ നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്നോ പറഞ്ഞ് അപമാനിക്കുമ്പോൾ സത്യത്തിൽ അവർ നിങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവർ അവരുടെ സ്വന്തം പരിമിതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ ഉള്ളിലെ പേടിയാണ് ആ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. അവർക്ക് നിങ്ങളെ കണ്ട് അസൂയയുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് ഭയമുണ്ടാകാം. അതുമല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ, മറ്റൊരാളെ താഴ്ത്തിക്കെട്ടി സ്വയം വലുതാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നതാകാം. ഇതൊരു തരം പ്രൊജക്ഷനാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നില്ല, മറിച്ച് സഹതാപം മാത്രമേ തോന്നൂ. ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ ചെളിയുണ്ട് എന്നിരിക്കട്ടെ. ആ കുട്ടി ആ ചെളി വാരി നിങ്ങളുടെ വെളുത്ത ഷർട്ടിലേക്ക് എറിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയോട് തിരിച്ചും ചെളിവാരി എറിയുമോ? ഇല്ലല്ലോ. നിങ്ങൾ മാറി നിൽക്കുകയേ ഉള്ളൂ. കാരണം ആ കുട്ടിക്കറിയില്ല താൻ എന്താണ് ചെയ്യുന്നതെന്ന്. അതുപോലെയാണ് ഇത്തരക്കാരും. മാനസികമായി പക്വത വരാത്തവരാണ് മറ്റുള്ളവരെ അപമാനിക്കുന്നത്. അപ്പോൾ പ്രായോഗികമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഓഫീസിലോ മീറ്റിംഗിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ വെച്ച് ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കണം? ഇവിടെയാണ് ദ പവർ ഓഫ് പോസ് അഥവാ നിശബ്ദതയുടെ ശക്തി എന്ന തന്ത്രം നമ്മൾ ഉപയോഗിക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു അപമാനം കേൾക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം പെട്ടെന്ന് പ്രതികരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇതൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. ഒന്നുകിൽ തിരിച്ചു ചീത്ത വിളിക്കാൻ തോന്നും, അല്ലെങ്കിൽ കരഞ്ഞുപോകും. എന്നാൽ വിജയികൾ ചെയ്യുന്നത് മറ്റൊന്നാണ്. അവർ ആ ഉത്തേജനത്തിനും പ്രതികരണത്തിനുമിടയിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഉടനെ മറുപടി പറയാതിരിക്കുക. ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് പൂർണ്ണമായും നിശബ്ദനാവുക. എന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുക. ആ നോട്ടത്തിൽ ദേഷ്യമോ വെറുപ്പോ ഉണ്ടാകരുത്, മറിച്ച് ഒരുതരം നിർവികാരത, അല്ലെങ്കിൽ ഇതാണോ നിന്റെ നിലവാരം എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഒരു ശാന്തതയുണ്ടായിരിക്കണം. ഈ നിശബ്ദത അവരെ വല്ലാതെ അസ്വസ്ഥരാക്കും. അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ദേഷ്യമോ കരച്ചിലുമാണ്. അത് കിട്ടാതെ വരുമ്പോൾ അവരുടെ ആയുധം നിഷ്ഫലമാകുന്നു. ആ നിശബ്ദതയിൽ അവർ പറഞ്ഞ വാക്ക് അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കും. അത് കേൾക്കുന്നവർക്കും പറഞ്ഞ ആൾക്കും ആ വാക്കിന്റെ കാഠിന്യം ബോധ്യപ്പെടും. ഒരു ഉദാഹരണം പറയാം. തോമസ് ആൽവ എഡിസൺ തന്റെ പരീക്ഷണങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. ഒരു പത്രസമ്മേളനത്തിൽ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ചോദിച്ചു, ബൾബ് കണ്ടുപിടിക്കാൻ നോക്കി പരാജയപ്പെട്ട 1000 തവണയും നിങ്ങൾക്ക് എന്തു തോന്നി? സമയം കളഞ്ഞില്ലേ? ഇത് കേട്ടവിടെ ഉണ്ടായിരുന്നവർ ചിരിച്ചു. അത് എഡിസനെ അപമാനിക്കാൻ വേണ്ടിയുള്ള ചോദ്യമായിരുന്നു. പക്ഷേ എഡിസൺ ദേഷ്യപ്പെട്ടില്ല. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചിട്ട് വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ 1000 തവണ പരാജയപ്പെട്ടതല്ല, ബൾബ് പ്രവർത്തിക്കാത്ത 1000 വഴികൾ ഞാൻ കണ്ടുപിടിച്ചതാണ്. ആ മറുപടിയോടെ ആ ഹാൾ നിശബ്ദമായി. അപമാനിക്കാൻ വന്നയാൾ ഇല്ലാതെയായി. നോക്കൂ, എഡിസൺ അവിടെ തർക്കിക്കാൻ പോയില്ല. അദ്ദേഹം ആ അപമാനത്തെ തന്റെ വീക്ഷണകോണിലൂടെ മാറ്റിമറിച്ചു. ഇതാണ് റീഫ്രെയിമിംഗ്. ആരെങ്കിലും നിങ്ങളെ മണ്ടൻ എന്ന് വിളിച്ചാൽ അത് നിന്റെ അഭിപ്രായം മാത്രമാണ് എന്ന് മനസ്സിൽ കരുതുക. അവരുടെ അഭിപ്രായം ഒരിക്കലും നിങ്ങളുടെ യാഥാർത്ഥ്യമല്ല. മറ്റൊരു പ്രധാന കാര്യം, അപമാനം പലപ്പോഴും വരുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല, അവഗണനയിലൂടെയും വരാം. ചിലർ നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൊടുക്കില്ല. അതും ഒരുതരം അപമാനമാണ്. അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വില കളയുകയേ ഉള്ളൂ. ഓർക്കുക, വജ്രം കല്ലുകൾക്കിടയിൽ കിടന്നാലും വജ്രം തന്നെയാണ്. അതിനെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന്റെ തിളക്കത്തിന് കുറവ് സംഭവിക്കുന്നില്ല. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരമല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളും ആത്മവിശ്വാസവുമാണ്. ആരെങ്കിലും നിങ്ങളെ തരംതാഴ്ത്തി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ്. അവർക്ക് വേണ്ടത് നിങ്ങളെക്കൊണ്ടൊരു സീനുണ്ടാക്കിക്കുക എന്നതാണ്. നിങ്ങളത് കൊടുക്കാതിരിക്കുക. നിങ്ങളൊരു പാറ പോലെ ഉറച്ചു നിൽക്കുക. തിരമാലകൾ വന്ന് പാറയിൽ ആഞ്ഞടിക്കും, പതഞ്ഞു പൊങ്ങും, ഒച്ചയുണ്ടാക്കും. പക്ഷേ അവസാനം തിരമാലകൾക്ക് തിരിച്ചു പോകേണ്ടി വരും. പാറ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കും. നിങ്ങളാകുന്ന പാറയെ തകർക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങൾ സ്വയം തകരാൻ തീരുമാനിക്കാത്ത കാലത്തോളം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനൊന്നും മിണ്ടാതിരുന്നാൽ
അവരെന്നെ ദുർബലനെന്ന് വിളിക്കില്ലേ, ഞാൻ ഭീരുവാണെന്ന് കരുതില്ലേ എന്ന്? ഒരിക്കലുമില്ല. യഥാർത്ഥ ശക്തി എന്നത് ഒച്ചയെടുക്കുന്നതിലല്ല, സംയമനം പാലിക്കുന്നതിലാണ്. ഒരു സിംഹം പട്ടിയോട് കുരയ്ക്കാൻ നിൽക്കാറില്ല. പട്ടി എത്ര കുരച്ചാലും സിംഹം രാജകീയമായി നടന്നു നീങ്ങുകയുള്ളൂ. കാരണം സിംഹത്തിന് തന്റെ ശക്തിയെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ബോധ്യമുണ്ടെങ്കിൽ തെരുവിൽ നിന്ന് വരുന്ന അധിക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾ നിൽക്കേണ്ടതില്ല. മൗനം പലപ്പോഴും വാക്കുകളേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ്. നിങ്ങൾ ദേഷ്യപ്പെട്ട് മറുപടി പറയുമ്പോൾ നിങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് താഴുകയാണ്. എന്നാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാന്തമായി അതിനെ നേരിടുമ്പോൾ നിങ്ങൾ അവർക്കെത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ നിൽക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ സത്യമുണ്ട്. ആളുകൾ നമ്മളോട് പെരുമാറുന്നത് നമ്മൾ അവരെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ഇത് വിചിത്രമായി തോന്നാം, പക്ഷെ സത്യമാണ്. ഒരാൾ നിങ്ങളെ ആദ്യമായി അപമാനിക്കുമ്പോൾ നിങ്ങളത് സഹിച്ചാൽ അല്ലെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ വിട്ടാൽ അവർക്കതൊരു ലൈസൻസ് ആകുന്നു. അവർ വീണ്ടും അത് ആവർത്തിക്കും. അതുകൊണ്ട് മൗനം പാലിക്കണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എല്ലാം സഹിച്ച് തലകുനിച്ചു നിൽക്കണമെന്നല്ല. മാന്യമായ രീതിയിൽ, എന്നാൽ തറപ്പിച്ചു പറയേണ്ട കാര്യങ്ങൾ പറയുകയും വേണം. അതെങ്ങനെ പറയണം? അവിടെയാണ് നമ്മുടെ തന്ത്രങ്ങൾ മാറേണ്ടത്. ദേഷ്യത്തോടെയല്ല, ആധികാരികതയോടെ. നിങ്ങൾ പറഞ്ഞതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നു മുഖത്തു നോക്കി, കണ്ണിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറയാൻ സാധിക്കണം. അതിന് അലറേണ്ട ആവശ്യമില്ല. ശാന്തമായ എന്നാൽ ഉറച്ച ശബ്ദമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. ശരി, നമുക്ക് ആ യാത്ര തുടരാം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ എങ്ങനെ അതിർത്തികൾ നിശ്ചയിക്കണമെന്നും അതിനെ എങ്ങനെ ബുദ്ധിപൂർവം നേരിടണമെന്നും നമ്മൾ സംസാരിക്കുകയായിരുന്നു. നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. മൗനം പാലിക്കുന്നത് നല്ലതാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും വായ തുറന്ന് മറുപടി കൊടുക്കേണ്ടി വരും. എന്നാൽ ആ മറുപടി ഒരിക്കലും അവരുടെ നിലവാരത്തിലുള്ള അസഭ്യമോ ദേഷ്യം കലർന്ന വാക്കുകളോ ആകരുത്. പകരം അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റായി പോയി എന്ന് അവർക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാകണം നമ്മൾ ചോദിക്കേണ്ടത്. ഇതിനെ നമുക്ക് ചോദ്യങ്ങളിലൂടെയുള്ള പ്രതിരോധം എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെ പരസ്യമായി പരിഹസിക്കുകയാണെന്ന് കരുതുക. എല്ലാവരും കേൾക്കെ അയാൾ നിങ്ങളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞു. ആ നിമിഷം ദേഷ്യപ്പെടുന്നതിന് പകരം വളരെ ശാന്തമായി ഒരൽപ്പം അത്ഭുതത്തോടെ അയാളോട് ചോദിക്കുക, ക്ഷമിക്കണം, നിങ്ങളിപ്പോൾ പറഞ്ഞതെനിക്ക് വ്യക്തമായി കേട്ടില്ല, ഒന്ന് ആവർത്തിക്കാമോ എന്ന്. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷെ ഇതൊരു വല്ലാത്ത മനഃശാസ്ത്രപരമായ നീക്കമാണ്. ഒരാൾ ഒരു അധിക്ഷേപം പറയുമ്പോൾ അതാ നിമിഷത്തെ ആവേശത്തിലാണ് പറയുന്നത്. എന്നാൽ നിങ്ങളത് വീണ്ടും ആവർത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ആ ആവേശം നഷ്ടപ്പെടുന്നു. രണ്ടാമതും ആ അധിക്ഷേപം ആവർത്തിക്കാൻ അവർക്ക് മടിയുണ്ടാകും. മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും അയാളുടെ വാക്കുകളിലാണ്. അയാൾ രണ്ടാമതും അത് പറഞ്ഞാൽ അത് അയാൾക്ക് തന്നെ നാണക്കേടായി മാറും. പലപ്പോഴും അവർ പറയും, ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ എന്ന് പറഞ്ഞ് പിന്മാറും. ആ നിമിഷം വിജയം നിങ്ങളുടേതാണ്. ഇനി അഥവാ അയാൾ വീണ്ടും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അടുത്ത അസ്ത്രം പ്രയോഗിക്കാം. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുക, എന്നെ വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണോ നിങ്ങളത് പറഞ്ഞത്? അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾ അപ്രതീക്ഷിതമാണ്. ഒരക്രമി പ്രതീക്ഷിക്കുന്നത് തിരിച്ചടി അല്ലെങ്കിൽ കരച്ചിലാണ്. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾ അവരുടെ മനസാക്ഷിയെ തൊട്ടുവിളിക്കും. അവർ പെട്ടെന്ന് പ്രതിരോധത്തിലാകും. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നവർക്ക് ന്യായീകരിക്കേണ്ടി വരും. ഓർക്കുക, ചോദ്യം ചോദിക്കുന്നവനാണ് എപ്പോഴും ചർച്ചയെ നിയന്ത്രിക്കുന്നത്. മറുപടി പറയുന്നവൻ വെറും ഇരയാണ്. അതുകൊണ്ട് അപമാനിക്കപ്പെടുമ്പോൾ ഉത്തരം പറയുന്നതിനു പകരം ബുദ്ധിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ ശീലിക്കുക. ഇനി മറ്റൊരു സാഹചര്യമുണ്ട്. ചിലർക്കൊരു ശീലമുണ്ട്, നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് ചിരിക്കുക എന്നത്. നമ്മുടെ ശരീരത്തിന്റെ നിറമോ വണ്ണമോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ സാമ്പത്തിക അവസ്ഥയോ ഒക്കെ വെച്ച് കളിയാക്കുന്നവർ. ഇങ്ങനെയുള്ളവരെ നേരിടാൻ എഗ്രി ആൻഡ് ആംപ്ലിഫൈ അഥവാ സമ്മതിക്കുക, വലുതാക്കുക എന്ന തന്ത്രം ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുകയാണ്, എന്താടാ നീ ഇങ്ങനെ വണ്ണം വെച്ച് വീപ്പ പോലെ ഇരിക്കുന്നത് എന്ന്. അവിടെ നിങ്ങൾ വിഷമിച്ചു നിന്നാൽ അയാൾക്ക് സന്തോഷമാകും. പകരം നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുക, അതെ അതെ,
അടുത്ത വർഷത്തേക്ക് എനിക്കൊരു ഗുസ്തി മത്സരമുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. സുമോകൾ തോറ്റുപോകും എന്റെ മുന്നിൽ എന്ന്. അയാൾ നിങ്ങളെ കളിയാക്കാൻ ഉപയോഗിച്ച ആയുധത്തെ നിങ്ങളൊരു തമാശയാക്കി മാറ്റുമ്പോൾ അയാളുടെ പരിഹാസത്തിന് മുനയൊടിയുന്നു. നിങ്ങൾ സ്വയം അംഗീകരിക്കുകയും സ്വന്തം കുറവുകളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ പിന്നെ ആർക്കാണ് നിങ്ങളെ തകർക്കാൻ കഴിയുക? നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നത് എപ്പോഴാണ്? അത് സത്യമാണോ എന്ന് നമ്മൾ ഉള്ളിൻ്റുള്ളിൽ ഭയപ്പെടുമ്പോഴാണ്. എന്നാൽ ഞാൻ ഇങ്ങനെയാണ്, ഇതിലെനിക്ക് കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തിയാൽ പിന്നെ ആർക്കാണ് നിങ്ങളെ തകർക്കാൻ കഴിയുക? ഇവിടെയാണ് നമ്മൾ കപ്പൽ തത്വം ഓർക്കേണ്ടത്. കടലിൽ വലിയ കപ്പലുകൾ യാത്ര ചെയ്യുന്നു. കപ്പലിനു ചുറ്റും ടൺ കണക്കിന് വെള്ളമാണ്. ആഞ്ഞടിക്കുന്ന തിരമാലകളും കൊടുങ്കാറ്റുമുണ്ട്. പക്ഷെ കപ്പലിനു ചുറ്റും എത്ര വെള്ളമുണ്ടെന്നത് കപ്പലിനെ ബാധിക്കുന്നില്ല. എപ്പോഴാണ് കപ്പൽ മുങ്ങുന്നത്? പുറത്തുള്ള വെള്ളം കപ്പലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അത് മുങ്ങുന്നത്. ഇതുപോലെയാണ് മനുഷ്യനും. നമുക്ക് ചുറ്റും നെഗറ്റീവായ ആളുകളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകും, അപമാനങ്ങളുണ്ടാകും. ഇതൊന്നും നമ്മളെ തകർക്കില്ല. പക്ഷേ ആ വാക്കുകളെ നമ്മൾ ഹൃദയത്തിലേക്ക് കയറ്റിയാൽ, അത് നമ്മുടെ ഉള്ളിലെ സമാധാനം നശിപ്പിച്ചാൽ നമ്മൾ മുങ്ങിപ്പോകും. ആരെങ്കിലും നിങ്ങളെ മണ്ടൻ എന്ന് വിളിച്ചാൽ, നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കുക, ഞാൻ മണ്ടനാണോ? അല്ല. എങ്കിൽ പിന്നെ ആ വാക്ക് വെറും ശബ്ദം മാത്രമാണ്, അതിനർത്ഥമില്ല. എന്നാൽ ആരെങ്കിലും അങ്ങനെ വിളിക്കുമ്പോൾ, അയ്യോ ഞാൻ ശരിക്കും മണ്ടനാണോ എന്ന് നിങ്ങൾ സംശയിച്ചു തുടങ്ങിയാൽ, ആ നിമിഷം കപ്പലിൽ വെള്ളം കയറി തുടങ്ങി. നിങ്ങളുടെ മനസ്സാകുന്ന കപ്പലിന്റെ വാതിലുകൾ ആർക്കൊക്കെ വേണ്ടി തുറന്നിടണം എന്ന് തീരുമാനിക്കേണ്ടത് കപ്പിത്താനായ നിങ്ങളാണ്. അവിടെ ആരെയും അതിക്രമിച്ചു കയറാൻ അനുവദിക്കരുത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അപമാനിക്കുന്നവരോട് ഒരിക്കലും തർക്കിക്കാൻ പോകരുത്. ജോർജ് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു, പന്നിയുമായി ഗുസ്തി പിടിക്കരുത്. രണ്ടുപേരുടെയും ദേഹത്ത് ചെളിയാകും, പക്ഷെ പന്നി അത് ആസ്വദിക്കും. ഇതാണ് സത്യം. നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു തർക്കമാണ്, ഒരു ബഹളമാണ്. അവരുടെ ലെവലിലേക്ക് നിങ്ങൾ താഴണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. നിങ്ങൾ തിരിച്ച് ചീത്ത വിളിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു, കാരണം നിങ്ങൾ അവരുടെ കളിയിൽ വീണു. എന്നാൽ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിന് നന്ദി എന്ന് പറഞ്ഞ് നടന്നു നീങ്ങിയാലോ, അവർക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം അവരുടെ ആയുധം ഏശുന്നില്ല. അവഗണനയാണ് ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളെ അപമാനിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ ജീവിതത്തിലെ വിജയം തന്നെയാണ്. അവർ നിങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുക. ഒരു ചെറിയ കഥ കൂടി പറയാം. ഒരു വലിയ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ. അയാൾക്ക് താഴെ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ അയാൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അയാൾ എപ്പോഴും ആ പയ്യനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത പറയും. നിനക്കൊന്നിനും കഴിവില്ല, നീ വെറും വേസ്റ്റാണ് എന്നൊക്കെ പറയും. പക്ഷെ ആ പയ്യൻ ഒരിക്കലും തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൻ തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. അവൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു, പുതിയ സ്കില്ലുകൾ നേടി. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ വലിയൊരു മാനേജർ പോസ്റ്റിലേക്ക് ആളുകളെ ആവശ്യമായി വന്നു. ഇന്റർവ്യൂ ബോർഡിൽ ആ പയ്യന്റെ പ്രകടനം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവനാ ജോലി കിട്ടി. ഇന്നാ പയ്യൻ നേരത്തെ തന്നെ അപമാനിച്ച ഉദ്യോഗസ്ഥനേക്കാൾ വലിയ നിലയിലാണ്. ഒരിക്കൽ പഴയ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ പയ്യൻ ഓടിച്ചെന്ന് വണങ്ങിയിട്ടു പറഞ്ഞു, സർ, അന്ന് നിങ്ങൾ എന്നെ അപമാനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് വാശിയുണ്ടായിരുന്നില്ല. ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കില്ലായിരുന്നു. എന്റെ വിജയത്തിനൊരു കാരണം നിങ്ങളാണ്. ആ ഉദ്യോഗസ്ഥന്റെ തല കുനിഞ്ഞുപോയി. കണ്ടോ, കല്ലെറിയുന്നവരെ കൊണ്ട് തന്നെ പൂമാലയിടുവിക്കുന്നതാണ് യഥാർത്ഥ പ്രതികാരം. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അനുഭവിക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ശരിയാണ്, നമ്മൾ മനുഷ്യരാണ്. വികാരങ്ങളുണ്ട്. വിഷമം വരും, ദേഷ്യം വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ വികാരങ്ങളെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപമാനിക്കപ്പെട്ട ഉടനെ നിങ്ങൾ ബാത്റൂമിലോ ഏകാന്തമായ ഒരിടത്തോ പോയിക്കോളൂ.
അവിടെ പോയി കരയണമെങ്കിൽ കരയാം, അല്ലെങ്കിൽ ശ്വാസമാഞ്ഞു വലിച്ചുവിടാം. പക്ഷെ ആ വികാരം അവിടെ തീർക്കണം. അത് വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. അത് നിങ്ങളുടെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകരുത്. മനസ്സിൽ ഒരു റീസൈക്കിൾ ബിൻ ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ അപ്പപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് കെട്ടിക്കിടന്ന് മനസ്സ് നാറാൻ തുടങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അപരിചിതരല്ല, മറിച്ച് നമുക്കേറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പങ്കാളി. അവർ തമാശ രൂപത്തിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നിന്റെ വീട്ടുകാരുടെ കുഴപ്പമാണ് എന്നൊക്കെയുള്ള വാക്കുകൾ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സ്നേഹമുള്ളവരും മനുഷ്യരാണ് എന്നതാണ്. അവർക്കും മോശം ദിവസങ്ങളുണ്ടാകും. അവർക്കും നിയന്ത്രണം വിട്ടുപോകാം. പ്രിയപ്പെട്ട ഒരാൾ അപമാനിച്ചാൽ അത് മനസ്സിൽ വെച്ച് പകരം വീട്ടാനല്ല നോക്കേണ്ടത്. സമയം കിട്ടുമ്പോൾ അവരോട് തുറന്ന് സംസാരിക്കണം. അന്ന് നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായി. ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് വ്യക്തമായി പറയണം. മിക്കവാറും സമയങ്ങളിൽ അവർക്കതൊരു തിരിച്ചറിവാകും. അവർ മാപ്പു ചോദിക്കും. ഇനി അഥവാ അവർ അത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ആ ബന്ധത്തിന് ഒരതിർവരമ്പ് നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്നേഹമെന്നത് ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ബഹുമാനമില്ലാത്ത സ്നേഹം അടിമത്തമാണ്. ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചിലർ നിങ്ങളെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയാകാം. അതിനെ അപമാനമായി കാണരുത്. ക്രിയാത്മകമായ വിമർശനം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വേറെ, അപമാനം വേറെ. നിന്റെ ഡ്രസ്സ് കൊള്ളില്ല എന്ന് പറയുന്നത് അപമാനമാണ്. എന്നാൽ ഈ അവസരത്തിന് ഈ ഡ്രസ്സ് ചേരുന്നില്ല, മറ്റേതിട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയുന്നത് ഉപദേശമാണ്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നമ്മളെ വളർത്താൻ പറയുന്ന വാക്കുകളെ സ്വീകരിക്കുക, തളർത്താൻ പറയുന്ന വാക്കുകളെ തള്ളിക്കളയുക. നിങ്ങളുടെ ജീവിതത്തിന്റെ എഡിറ്റർ നിങ്ങളാണ്. ആരുടെയൊക്കെ വാക്കുകൾ നിങ്ങളുടെ ജീവിതകഥയിൽ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചരിത്രത്തിലെ മഹാന്മാരെല്ലാം അപമാനിക്കപ്പെട്ടവരാണ്. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പിടിച്ചു പുറത്താക്കി, അംബേദ്കറെ ക്ലാസ് മുറിക്ക് പുറത്തിരുത്തി. പക്ഷെ അവരാരും അവിടെ തോറ്റു പിന്മാറിയില്ല. ആ അപമാനമാണ് അവരെ ചരിത്രം സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത്. ആ തീയാണ് അവരെ സ്വർണമാക്കി മാറ്റിയത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ചവിട്ടിമെതിക്കാൻ ശ്രമിച്ചാൽ ഓർക്കുക, വിത്തുകളെ മണ്ണിട്ട് മൂടുമ്പോഴാണ് അത് മുളച്ചു പൊങ്ങുന്നത്. അവർ നിങ്ങളെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു വിത്താണെന്ന് അറിയാതെയാണ്. നിങ്ങൾ മുളച്ചു പൊങ്ങി വൻമരമാകുമ്പോൾ അവർക്ക് നിങ്ങളുടെ തണലിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തേ, തല ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ മൂല്യം ആരുടെയും സർട്ടിഫിക്കറ്റിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നിങ്ങൾ അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രപഞ്ചമാണ്. ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞാൽ തകർന്നു പോകുന്ന ചില്ലുകൊട്ടാരമല്ല നിങ്ങളുടെ മനസ്സ്. അത് വജ്രത്തേക്കാൾ കടുപ്പമുള്ളതാണെന്ന് സ്വയം വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളുടെ കണ്ണുകളിൽ കാണണം, നിങ്ങളുടെ നടത്തിൽ കാണണം, നിങ്ങളുടെ പുഞ്ചിരിയിൽ കാണണം. ആരെങ്കിലും നമ്മളെ അപമാനിച്ചാൽ എങ്ങനെ അതിനെ നേരിടണം എന്ന് നമ്മൾ പല തലങ്ങളിൽ ചിന്തിച്ചു. ഇനി നമുക്ക് ഈ അറിവുകളെല്ലാം കൂട്ടിയിണക്കി മനസ്സിനെ എങ്ങനെ ഒരു ഉരുക്കുകോട്ട പോലെ ശക്തമാക്കാമെന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആ കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ കളിയാക്കിയാൽ ആ കുട്ടി പെട്ടെന്ന് കരയും. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ കുട്ടി അത് മറക്കും, വീണ്ടും ചിരിച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങും. എന്നാൽ മുതിർന്നവരായ നമ്മളോ? ഒരു വാക്ക് കേട്ടാൽ മതി, അത് ദിവസങ്ങളോളം, മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം മനസ്സിലിട്ട് നടക്കും. അവൻ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നീറിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ ആ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടത്. ക്ഷണിക്കുക, മറക്കുക എന്നതല്ല, മറിച്ച് വിട്ടുകളയുക എന്നതാണ് പ്രധാനം. മനസ്സിൽ ഭാരം കൂടുന്തോറും നമുക്ക് മുന്നോട്ട് നടക്കാൻ പ്രയാസമാകും. അപമാനങ്ങളും പരിഹാസങ്ങളും ഭാരങ്ങളാണ്. അത് ചുമന്നുകൊണ്ട് മല കയറാൻ ആർക്കും കഴിയില്ല. വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾക്ക് വേഗത്തിലെത്തണമെങ്കിൽ ഈ ഭാരങ്ങളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ചേ മതിയാകൂ. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ലോകത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ദൈവം നേരിട്ടിറങ്ങി വന്നാലും കുറ്റം പറയാൻ ആളുകളുണ്ടാകും. അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യരായ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലും, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത, നിങ്ങളെ വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടാകും.
അത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടേതല്ല. നിങ്ങളൊരു റോസാപ്പൂവാണെന്ന് കരുതുക. ചിലർക്ക് റോസാപ്പൂവ് ഇഷ്ടമാണ്, ചിലർക്ക് മുല്ലപ്പൂവാണിഷ്ടം. അതുകൊണ്ട് റോസാപ്പൂവ് മോശമാണെന്ന അർത്ഥമില്ലല്ലോ. നിങ്ങളുടെ വ്യക്തിത്വവും അതുപോലെയാണ്. നിങ്ങളെ മനസ്സിലാക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കും, അല്ലാത്തവർ വിമർശിക്കും. അത് പ്രകൃതി നിയമമാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്തു പറഞ്ഞാലും നിങ്ങൾക്കൊരു ചുക്കുമില്ല. ഇനി നിങ്ങൾ എപ്പോഴാണ് ശരിക്കും തോറ്റുപോകുന്നതെന്നറിയാമോ? നിങ്ങളെ അപമാനിച്ച ആൾക്ക് മുന്നിൽ നിങ്ങൾ തകർന്നു എന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ തോൽക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നതും അതാണ്. നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ കോപം, ഇതാണ് അവരുടെ ഇന്ധനം. എന്നാൽ നിങ്ങളൊരു പുഞ്ചിരിയോടെ ഇത്രയേ ഉള്ളോ എന്ന ഭാവത്തിൽ നിന്നാൽ തോൽക്കുന്നത് അവരാണ്. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം. അവർ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ സന്തുഷ്ടനായി സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവർ അസ്വസ്ഥരാകും. അതുകൊണ്ട് ആരെങ്കിലും വിഷം തന്നാൽ പകരം മധുരം കൊടുക്കുക. അതവരെ കൊല്ലുന്നതിന് തുല്യമാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ, കണ്ണിനു പകരം കണ്ണ് എന്ന് ചിന്തിച്ചാൽ ലോകം മുഴുവൻ അന്ധരാകും. പകരം വീട്ടാൻ നിൽക്കരുത്, മറിച്ച് സ്വയം വെളിച്ചമാവുക. ആ വെളിച്ചത്തിൽ ഇരുട്ട് താനേ മാഞ്ഞുപോകും. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്, വെറും നിമിഷങ്ങൾ കൊണ്ട് തീർന്നു പോകാവുന്ന ഒന്ന്. ഈ ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവരെന്തു പറയുന്നു എന്നോർത്ത് വിഷമിച്ചിരിക്കാൻ നമുക്ക് സമയമുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ, ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ട സമയം നിങ്ങളെ വെറുക്കുന്നവരെ ഓർത്ത് പാഴാക്കരുത്. ആരെങ്കിലും നിങ്ങളെ 0 എന്ന് വിളിച്ചാൽ ആ 0ന് മുന്നിൽ ഒരു 1 ചേർത്ത് അതിനെ 10 ആക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ജീവിതം. കല്ലെറിയുന്നവരോട് നന്ദി പറയുക, കാരണം ആ കല്ലുകൾ കൊണ്ടാണ് നിങ്ങൾ വിജയത്തിന്റെ പടവുകൾ നിർമ്മിക്കാൻ പോകുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി ഓർക്കുക. നിങ്ങളുടെ മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. ഒരാൾ ചീത്ത പറയുമ്പോൾ സങ്കടപ്പെടാനും പുകഴ്ത്തുമ്പോൾ സന്തോഷിക്കാനും മാത്രം ദുർബലരാകരുത് നമ്മൾ. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, പുറത്തുനിന്നല്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കാണുന്ന വ്യക്തിയോട് ബഹുമാനം തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ വാക്കുകൾക്ക് കാറ്റിന്റെ വിലയേയുള്ളൂ. ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മാറ്റം ഇവിടെ തുടങ്ങുകയാണ്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ നോവിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ദേഷ്യപ്പെടരുത്, തളരരുത്. ഒരു പുഞ്ചിരിയോടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, വലിയൊരു ശക്തി നിങ്ങൾക്കുള്ളിലുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുക. ഈ വാക്കുകൾ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായെങ്കിൽ, അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കാരണം നിങ്ങളെപ്പോലെ ആശ്വാസം ആഗ്രഹിക്കുന്ന, ഒരു കൈത്താങ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ അറിവ് അവർക്കും ഒരു തുണയാകട്ടെ. നല്ലൊരു നാളെയും സമാധാനമുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി.